ഖിയാമുൽ ലൈൽ അങ്ങനെ ഇല്ല എന്നൊക്കെ ഇപ്പോൾ ചില മനുഷ്യന്മാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഉള്ളത്. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളയോട് ഇതേ കാര്യം ചോദിച്ചത് ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ യൂട്യൂബിൽ വന്നിരുന്നു. എന്താ ചോദിച്ചത്, ചില ആളുകൾ രാത്രി പാതിരാ സമയത്ത് നിസ്കാരം ഇല്ല എന്ന് പറയുന്നു, എന്തു പറയാനുണ്ട്? അദ്ദേഹം കൊടുത്ത മറുപടി വഹും കുസാല, ആ പറയുന്ന മനുഷ്യന്മാരൊക്കെ മടിയന്മാരാണ്. ഒരിക്കലും നിസ്കരിക്കാൻ വയ്യ, അപ്പം പിന്നെ ഓല് പിന്നെ അതില്ലാതാക്കിയതാണ് അദ്ദേഹം കൊടുത്ത മറുപടി. പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ ഇഷാ മുതൽ സുബ്ഹി വരെ നിസ്കരിക്കുന്ന ഏത് നിസ്കാരത്തിനും പറയുന്ന പേരാണ് ഖിയാമുൽ ലൈൽ. ഇഷാക്ക് ശേഷം സുബ്ഹിക്ക് മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ഖിയാമുൽ ലൈൽ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീല. ഖുമിൽ ലൈൽ, നീ രാത്രി നിന്ന് നിസ്കരിക്കുക. ഖുമിൽ ലൈൽ, ഖിയാമുൽ ലൈൽ, അതാണ് രാത്രി നിസ്കരിക്കുക. അതാണ് ഇതിൻ്റെ അസ്ല്. തറാവിഹി നിസ്കാരം, ഖിയാമുൽ ലൈൽ രണ്ടും ഒരു നിസ്കാരമാണ്, രണ്ട് നിസ്കാരമല്ല. ഒരു നിസ്കാരത്തിൽ 2 ജമാഅത്ത് സംഘടിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പം എന്ത് 2 ജമാഅത്ത്? എല്ലാവർക്കും ഒരു ജമാഅത്ത് വരാൻ സൗകര്യമില്ല. അപ്പോൾ ആളുകൾ സൗകര്യം പരിഹരിച്ചുകൊണ്ട് 2 ജമാഅത്തോ 3 ജമാഅത്തോ 4 ജമാഅത്തോ ഒക്കെ നടത്താം. ഇത് സുന്നത്താണ്, ഫർളല്ല. ഫർള് നിസ്കാരമാണ് ഔദ്യോഗിക ജമാഅത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ കൂലി കുറഞ്ഞു എന്ന് പറയുന്നത്. ഈ നിസ്കാരം ഒറ്റക്കും നിസ്കരിക്കാം, ജമാഅത്തായി നിസ്കരിക്കാം. റമദാനിൽ മാത്രമാണ് ജമാഅത്ത് സുന്നത്തുള്ളത്, അല്ലാത്തപ്പോൾ ജമാഅത്ത് സുന്നത്തില്ല. എന്നാൽ അല്ലാത്തപ്പോൾ ജമാഅത്ത് നിസ്കരിച്ചുകൂടെ വെച്ചാൽ നിസ്കരിക്കാൻ പറ്റും, പക്ഷെ അത് പ്രത്യേക സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല. അപ്പം റമദാനിൽ മാത്രമാണ് ഇത് സുന്നത്തായിട്ട് ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകമായി പഠിപ്പിച്ചത്. ഉമർ ഖത്താബിൻ്റെ കാലത്ത് ആണല്ലോ 2ാമത് ജമാഅത്ത് പുനഃസ്ഥാപിച്ചത്. നബിയുടെ കാലത്ത് 3 ദിവസമാണ് ജമാഅത്ത് നിസ്കരിച്ചത്. അപ്പോൾ 23, 25, 27 ഈ 3 രാത്രികളാണ് നബിതങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചത് 11 റക്അത്ത്. പിന്നെ അത് നിർത്തിവെക്കാൻ കാരണം ആളുകൾ ആവേശം കണ്ടപ്പോൾ ഫർളാകുമോ എന്ന് ഭയപ്പെട്ടു. കാരണം വഹി വരുന്ന കാലമാണ്. അതുകൊണ്ട് അന്നൊരു വഹി ഇറക്കി ഫർളായി കഴിഞ്ഞാൽ പിന്നെ അത് എന്നേക്കും ഫർളായല്ലോ. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു വേണ്ട, അവസാനിപ്പിച്ചു. ഉമർ ഖത്താബിൻ്റെ കാലത്താണ് പിന്നീടത് പുനഃസ്ഥാപിച്ചത്. പുനഃസ്ഥാപിക്കാൻ കാരണമുണ്ട്. ഉമർ ഖത്താബ് ഒരിക്കൽ പള്ളിയിൽ വന്നപ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആളുകൾ വ്യത്യസ്ത സംഘങ്ങളായി നിസ്കരിക്കുന്നു. യുസല്ലി അർ-റജുലു ബിവഹ്ദി, ചില ആളുകൾ ഒറ്റ നിസ്കരിക്കുന്നു. വയുസല്ലി ബിസ്ലാത്തി റജുൽ, ഒരാൾ നിസ്കരിക്കും, അയാളെ കൂടെ മറ്റൊരാൾ പോയി ജമാഅത്തായി കൂടുന്നു. ഇങ്ങനെ ഒരു 2 ആൾ അവിടെ നിസ്കരിക്കുക, 3 ആൾ അവിടെ നിസ്കരിക്കുക, 4 ആൾ അപ്പുറത്ത് നിസ്കരിക്കുക, ഇവിടെ ഒറ്റ നിസ്കരിക്കുക, കുറെ റുക്കൂഅ്, കുറെ സുജൂദ്, കുറെ നൃത്തത്തിൽ, ഇങ്ങനെ ഭിന്നിച്ച വ്യത്യസ്ത സംഘങ്ങളായിക്കൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ ഖത്താബ് എന്നാ പിന്നെ നിങ്ങൾക്ക് ഒന്നിച്ച് ഇവിടെ ഇമാമിലേക്ക് നിസ്കരിച്ചു, എന്തിനപ്പം ഇങ്ങനെ നിസ്കരിക്കുന്നത്, ഒന്നിച്ച് ഇമാമിലേക്ക് നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം ഉബയ്യ് ഇബ്നു കഅബിനെ ഇമാമായി ഔദ്യോഗികമായി നിയമിച്ചു കൊടുത്തത്. എന്നാൽ ഉമർ ഖത്താബ് തന്നെ ആ നിസ്കാരത്തിൽ പങ്കെടുത്തില്ല. ഇവിടെ ജമാഅത്ത് നടപ്പാക്കി, ജമാഅത്തോടെ നടക്കുമ്പോൾ ഉമർ ഖത്താബ് പങ്കെടുക്കൂല, അദ്ദേഹം വീട്ടിൽ പോകും. അദ്ദേഹം പറയും, നിങ്ങൾ ഉറങ്ങുന്ന സമയമാണ് ഇതിനേക്കാൾ നല്ല സമയം. ഇശാക്ക് ശേഷം ജമാഅത്ത്, അപ്പോൾ അതിനേക്കാൾ നല്ല സമയം ഈ നിസ്കാരം കഴിഞ്ഞ് പോയി ഉറങ്ങണമല്ലോ, ആ സമയമാണ് ഇതിനേക്കാളും നല്ലത്. ഫർള് നിസ്കാരം ആദ്യ വക്തിലാണ് ശ്രേഷ്ഠം, രാത്രി നിസ്കാരം അവസാന വക്തിലാണ് ശ്രേഷ്ഠം. കാരണം രാത്രിയുടെ 1/3 ബാക്കിയാകുമ്പോൾ അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങും. റബ്ബ് ചോദിക്കും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ ഉത്തരം ചെയ്യാം. മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ നിസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം രാത്രിയുടെ അവസാന സമയമാണ്. ജമാഅത്തായിട്ട് എപ്പോഴും നിസ്കരിക്കാം. ഇശാക്ക് ശേഷം ജമാഅത്ത് നിസ്കരിക്കാം. ഇനി 12 മറ്റൊരു ജമാഅത്ത്, 2 വേറെ ജമാഅത്ത്, 4 മറ്റൊരു ജമാഅത്ത്, അതിനൊക്കെ അനുവാദമുണ്ട്. ഒരു ജമാഅത്തെ പറ്റുള്ളൂ എന്ന് പ്രത്യേകിച്ച് ഇല്ല. സ്വഹാബിയ ത്വൽഖ് ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ മകൻ പറയാണ്, വാപ്പ നോമ്പിന് ഞങ്ങളടുത്ത് വന്നു പള്ളിയിൽ. അങ്ങനെ നോമ്പ് തുറന്ന് ഇശാവും കഴിഞ്ഞിട്ട് വാപ്പ ഞങ്ങളെയും കൂട്ടി ഇമാമായി നിസ്കരിച്ചു. ഖാമ ബിനാ, ഞങ്ങളെയും കൊണ്ട് വാപ്പ ഇമാമായി നിസ്കരിച്ചു. അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞു, 11 റക്അത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഞങ്ങൾ പിന്നെ കുടുംബത്തിന് ചെറിയ പള്ളിയുണ്ട്, അവിടെ കുറച്ചാൾ കൂടെ സ്ഥലം, അപ്പം അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് അവർക്ക് ഇമാമായി നിസ്കരിച്ചു. അങ്ങനെ വിത്രായപ്പോൾ
വാപ്പ ഒരാൾ പറഞ്ഞു, നീ ഇമാമക്ക് ഞാൻ വിത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഞാൻ ഒറ്റയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇമാമെന്നോ എന്ന് പറഞ്ഞ് വിത്തറിന് മറ്റൊരാൾ നിർത്തിയിട്ട് പറഞ്ഞു, നബി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നില്ല വിത്രാനി ഫീലയില്ല, ഒരു രാത്രി 2 വിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിത്രാക്കിയിട്ട് നേരത്തെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു നിസ്കാരം 2 പ്രാവശ്യം അവിടെ നടത്തി, ഒരാൾ തന്നെ അവിടെ ഇമാമുക്കുകയും ചെയ്തു. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യയോഗ്യമായ ഹദീസാണ്, സ്വഹാബിയുടെ മാതൃകയാണ്. അപ്പോൾ ഈ നിസ്കാരം അങ്ങനെ ഒരു ജമാഅത്തെ പാടുള്ളത് പ്രത്യേകിച്ചില്ല. ഇനി ഫർള് നിസ്കാരം പോലും ഒരാൾക്ക് 2 പ്രാവശ്യം നിസ്കരിക്കാൻ പറ്റുമോ വെച്ചാൽ എന്താ വകുപ്പ്? നമ്മുടെ സ്ഥലത്ത് 100 നിസ്കരിച്ച് വന്നു, ഇവിടെ പള്ളി വന്നപ്പോൾ ജമാഅത്ത് എടുക്കുകയാണ്, ആ ജമാഅത്ത് കൂടാൻ പറ്റുമോ? പറ്റും. അത് തെറ്റായ കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു സ്ഥിരം പതിവാക്കാൻ മാതൃകയില്ലാന്നേ ഉള്ളൂ, അത് തെറ്റായ കാര്യമല്ല. മുആദ് റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെ ഇശാ നിസ്കരിക്കും. എന്നാൽ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ചെല്ലും, അവിടെ ഒരു പള്ളിയുണ്ട് അവർക്ക്. അപ്പോൾ അവിടെ ഇശാ നിസ്കരിക്കാൻ അവർ കാത്തിരിക്കും മുആദിനെ. മുആദ് നല്ല ഖിറാഅത്താണ്. അപ്പോൾ അദ്ദേഹം വരട്ടെ എന്നിട്ട് നിസ്കരിക്കാൻ അവിടെ കാത്തിക്കും. ഇതേ നബിയുടെ പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് നബിയുമായി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി അവിടെ ചെല്ലുന്നവരെ അവർ നിസ്കരിക്കാതെ കാത്തിരിക്കും. അവിടെ ചെന്നാൽ അദ്ദേഹം ഇമാമ നിൽക്കും ഇശാക്കനെ. അങ്ങനെ അവർ അദ്ദേഹത്തെ കൂടെ മുഅ്മിനീങ്ങളായി നിസ്കരിക്കും. അപ്പോഴാണ് അദ്ദേഹം വലിയ സൂറത്ത് ഓതി ഇപ്പോൾ ഒരാൾ പ്രശ്നമുണ്ടാക്കിയതൊക്കെ. അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് എല്ലാ വർത്തനം കഴിഞ്ഞ് വരിക, അതുവരെ ഞങ്ങളിവിടെ കാത്തിക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ സൂറത്ത് ഓതുക, ഇത് കഴിയൂല. നമ്മളൊക്കെ വൈകുന്നേരം വരെ പണിക്കുപോയ മനുഷ്യന്മാരാണ്, ഇത് കഴിയാനിട്ട് ഒരാൾ നിർത്തിപ്പോയി. അപ്പോഴേക്കാകെ പ്രശ്നമായി, ബഹളമായി. അപ്പോൾ അയാളെ പറ്റി ആക്ഷേപം വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ നബിൻ്റെ അടുത്ത് പോയി പറയുന്നത്, നീ ചെയ്യുന്ന പണി നബിനോട് പറയും. അപ്പോൾ മുആദ് ഞാനും പറയും നബിനോട്, നിസ്കരിക്കുമ്പോൾ ഇറങ്ങിപ്പോയത് ഞാനും പറയുന്നതാണ്. അത് 2 പോയി നബിൻ്റെ അടുത്ത്, 2 പരാതി പറഞ്ഞു. അപ്പം നബി ചോദിച്ചു, ഫത്താനുൻ അൻത യാ മുആദ്, എന്താ മുആദെ കുഴപ്പമുണ്ടാക്കുകയാണോ? എനിക്ക് വദ്ദുഹ വല്ലേരി ഓതിയാൽ പോരെ, അലം നസ്റഹ് ഓതിയാൽ പോരെ, എനിക്ക് അവരൊന്ന് പരിഗണിച്ചൂടെ എന്ന് നബി അവിടെ ചോദിച്ചു. അപ്പം ഫർളിൽ പോലും അത് അനുവാദമുണ്ട് എന്നർത്ഥം. അപ്പം ഇത് ഒറ്റ നിസ്കാരം 2 ജമാഅത്ത് നിർവഹിക്കുന്നു. ഒന്ന് ഇശാക്ക് ശേഷം, ആ സമയത്ത് നിസ്കരിക്കാൻ സൗകര്യമുള്ള കൂടുന്ന ആളുകൾ അപ്പോൾ നിസ്കരിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഒരു വീട്ടിൽ പോവാണ്. ഇനി കുറേ ആളുകൾ രാത്രി പള്ളിയിലുണ്ട്. അവസാന 10 ആകുമ്പോൾ നബി ഞങ്ങൾ അവസാനത്തെ 10 ഹയാത്താക്കുമായിരുന്നതാണ്. നബി അവസാനത്തെ 10 ഫുള്ള് പള്ളിയിലാണ് കൂടിയത്. അപ്പം ഹയാത്താക്കാൻ കുറേ മനുഷ്യന്മാരുണ്ട്. 1 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ നിസ്കരിക്കാൻ തയ്യാറാണ്, അവർക്ക് താല്പര്യവുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ജമാഅത്ത് നടപ്പാക്കി. അവർ മറ്റേ ജമാഅത്ത് പങ്കെടുക്കുന്നില്ല, ഇശാക്കേശ ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല, അവർ ഈ ജമാഅത്തിന് വേണ്ടി കാത്തിക്കും. ഇപ്പം നമ്മളെ പള്ളിക്ക് ഇത് അല്ലാത്ത ആൾ കൊണ്ട് ചേർക്കാം. കുറച്ച് ആൾക്ക് 2 മണിക്ക് പറ്റൂല, ഒരു 12 മണിക്ക് വരാൻ തയ്യാറാണ്. കുറച്ചാൾ പറഞ്ഞു ഞങ്ങൾ 12 മണിക്ക് വരാം, 9 മണിക്ക് എത്താൻ കഴിയില്ല, ഒരു 12 മണിക്ക് വന്നിട്ട് ഞങ്ങൾ നിസ്കരിച്ച് പോകാൻ തയ്യാറാണ്. ഓക്കെ, നമുക്ക് ജമാഅത്ത് അപ്പോഴും നടത്താം. അപ്പോൾ ഇശാക്കേശ ജമാഅത്ത്, 12 മണിക്ക് മറ്റൊരു ജമാഅത്ത്, 2 മണിക്ക് വേറെ ജമാഅത്ത്, ഓരോരുത്തർക്ക് സൗകര്യമുള്ളത് പങ്കെടുക്കാം. ആളുകളെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഒരു നിസ്കാരം 1, 2, 3 പ്രാവശ്യം ജമാഅത്തായി നടപ്പാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സുന്നത്തായ നിസ്കാരമാണ്, ഇതിൽ വിശാലതയുണ്ട്. ഇതങ്ങനെ ഒറ്റ ജമാഅത്തെ പാടുള്ളൂ എന്നും ആ ജമാഅത്തെ പങ്കെടുത്താൽ നിസ്കാരം ശരിയാവുള്ളൂ എന്നൊന്നുമില്ല. ഇനി ഒരാൾ ഈ ജമാഅത്തിൽ ഒന്നും പങ്കെടുത്തില്ല, അയാൾ നിസ്കാരം ഇശാ കഴിഞ്ഞ് പൊരയിൽ പോയി, വീട്ടിൽ പോയിട്ട് അയാൾ ഒറ്റക്ക് ദീർഘമായി ഖുർആൻ നിസ്കരിക്കുകയാണ്, അത് മതി. അയാൾ കുടുംബത്തെ കൂട്ടി ജമാഅത്ത് നിസ്കരിക്കുകയാണ്, അത് മതി. ഈ ജമാഅത്തിൽ പങ്കെടുക്കാൻ അയാൾക്ക് നിർബന്ധമൊന്നുമില്ല. ഉമർ ഖത്താബ് ജമാഅത്ത് നടപ്പാക്കിയിട്ട് അതിൽ പങ്കെടുക്കാതെ അദ്ദേഹം പോവുകയാണ് ചെയ്തത്. റമദാൻ 20 ആകുമ്പോൾ ഇമാമ് മുങ്ങുന്നതാണ് ഉമർ ഖത്താബ് ഏൽപ്പിച്ച ഇമാമ് ഉബയ്യ് ഇബ്നു കഅബ്. അദ്ദേഹത്തിന് ഇത് കുറച്ചും കൂടി ദീർഘിപ്പിച്ച് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവരും കൂടി പരിഗണിക്കുമ്പോൾ ഒരു തയ്യാറല്ല. അപ്പോൾ റമദാൻ 20 ആയാൽ പിന്നെ ഒരു വരൂല. എന്നിട്ട് അവർ ഞങ്ങൾ പറയും ആ ബക്ക ഉബയ്യ് ഒളിച്ചോടി എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. എത്ര ആയാലും മൂപ്പണ്ട് വരൂല നിസ്കരിക്കാൻ. അപ്പോൾ കുറേ കാത്തുനിന്നിട്ട് അവസാനം വരെ വേറെ ആളെ ഇമാം വെക്കും. അപ്പോൾ സംഭവിച്ച ഉബയ്യ് ഇബ്നു കഅബിന് കുറച്ചുകൂടി ദീർഘമായി നിസ്കരിക്കാം. അപ്പോൾ അദ്ദേഹം ഇതിന് വരാതെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി സ്വസ്ഥമായി ദീർഘമായി ഖുർആൻ ഓതി, ദീർഘമായി റുക്കൂ ചെയ്ത്, ദീർഘമായി സുജൂദ് ചെയ്ത് അദ്ദേഹം നിസ്കരിക്കാനാണ് അദ്ദേഹം പോകുന്നത്. അപ്പം അത് സ്വഹാബത്തിന് മാതൃകയിലുണ്ട്, താബീങ്ങളുടെ മാതൃകയിലുണ്ട്. പിന്നെ കുറച്ച് കാലങ്ങളായി ഈ 2 നിസ്കാരം വേർതിരിച്ചറിയാൻ വേണ്ടി മുസ്ലിം ലോകം സ്വീകരിച്ചു പോകുന്ന ഒരു പൊതു പേരാണ് ഖിയാമുൽ ലൈൽ. അതിന് പറയാം മറ്റേ തറാവീഹ് എന്നും. അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രം, ഒരു ഐഡന്റിറ്റി മാത്രം. ഇശാക്കേശം നിസ്കരിക്കുമ്പോൾ തറാവീഹ് എന്ന് പറയും, പാതിരാക്ക് നിസ്കരിക്കുമ്പോൾ ഖിയാമുൽ ലൈൽ എന്നും പറയും. അത് ഉർഫ്, മുസ്ലിമീങ്ങളുടെ ഒരു ഉർഫ്, ഒരു സമ്പ്രദായമായി അങ്ങാണ്ട് കൈമാറി പോകുന്നൊരു വേർതിരിക്കലാണ്. ഖിയാമുൽ ലൈൽ എന്ന ആൾക്ക് മനസ്സിലാവും 2 മണിക്കുള്ള ജമാഅത്താണ്.
തറാവീഹ് മനസ്സിലാകും ഇശാക്കേശ ജമാഅത്താണ്. ഈ രണ്ട് ജമാഅത്തിനെ, ഈ രണ്ട് നിസ്കാരത്തിനെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച് പോകുന്ന ഒരു പദം പ്രയോഗിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ രണ്ടും ഖിയാമുൽ ലൈൽ എന്ന് പറയാം. ഇശാക്കേശം നിസ്കരിച്ചാൽ ഏതിനും ഖിയാമുൽ ലൈൽ എന്ന് പറയാം. ഒന്ന് ദീർഘമായി നിസ്കരിച്ചു, മറ്റൊന്ന് ദൈർഘ്യം കുറച്ചുകൊണ്ട് നിസ്കരിച്ചു. അപ്പോൾ പ്രായമുള്ള ആളുകളോ രോഗികളോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇശാക്കേശം നിസ്കരിച്ച് പോയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പള്ളികൾ തീരുമാനിച്ചു ഇശാക്കേശം നിസ്കാരം ഇല്ല. കാരണം ആരുമില്ല, എല്ലാവരും പള്ളി കൂടെയാണ്. എല്ലാവർക്കും താല്പര്യം 2 നിസ്കരിക്കാനാണ്. അപ്പോൾ ഇശാക്കേശം നമ്മൾ ചോദിക്കും ആരും നിസ്കരിക്കാണ്ട് ചോദിക്കും, ആരുമില്ല, വേണ്ട ഇശാക്കേശം ജമാഅത്തില്ല എന്ന് പറയും. 2 മതി എന്ന് പറയും. ഒരു പള്ളി 2 ആരുമില്ല, ആയിക്കോട്ടെ വേണ്ട, ഇശാക്കേശം നിസ്കരിച്ച് പോയി. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. 1 റക്അത്ത് നിസ്കരിക്കാം, 3 നിസ്കരിക്കാം, 5 നിസ്കരിക്കാം, 7 നിസ്കരിക്കാം, 9 നിസ്കരിക്കാം, 11 നിസ്കരിക്കാം. നബിയുടെ പ്രവൃത്തി 11 വരെ ഉണ്ട്. ഇതിന് ഈ ഏത് എണ്ണവും ഒരാൾക്ക് സ്വീകരിക്കാം, വിശാലതയുണ്ട്. നബി 7 കുറഞ്ഞ് നിസ്കരിച്ചിട്ടില്ല എന്ന് കാണാം. 7 കുറഞ്ഞ് നബി നിസ്കരിച്ചിട്ടില്ല, നമുക്ക് 5 നിസ്കരിച്ചൂടെ പറ്റും. അപ്പം നബി ചെയ്തിട്ടില്ലല്ലോ, ചെയ്തിട്ടില്ല, പക്ഷേ നബിക്ക് അനുവാദമുണ്ട്. അതൊക്കെ ഇതിന് വിശാലതയുള്ള കാര്യമാണ്, സുന്നത്ത് നിസ്കാരമാണ്. അത് ഒരാൾക്ക് ദീർഘമായി ഖുർആൻ ഓതി രാത്രി നിസ്കരിക്കുന്നുവെങ്കിൽ നല്ല കാര്യം, അത് അഫ്ളലാണ്. ആ സമയം ശ്രേഷ്ഠമാണ്. അള്ളാഹ് ഇറങ്ങും എന്ന് പറഞ്ഞ സമയമാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ആ സമയത്ത് നിസ്കാരത്തിൽ മുഴുകുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞത് മടിയന്മാരാണ് ഇത് വേണ്ടെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കൂടി പറയും, ചില ഇമാമികൾ വരെ പറയും കാരണം ഓർക്ക് പിന്നെ നിസ്കരിക്കാൻ കഴിയൂല, അപ്പോൾ രക്ഷപ്പെടാനുള്ള പണി നിലയ്ക്ക് ഒരു പണി അങ്ങനെ നിസ്കാരമൊന്നുമില്ല എന്ന് പറയും എന്ന് വരെ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇതേ ചോദ്യത്തിന് കൊടുത്ത മറുപടി നമുക്ക് ലഭ്യമാണ്.